ജീവൻ രക്ഷാ ദൗത്യവുമായി വന്ദേ ഭാരത് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. അനിൽ ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. അനിൽ, എയർ ആംബുലൻസ് കിട്ടാത്ത സാഹചര്യത്തിലാണ് വന്ദേ ഭാരതിൽ ഇങ്ങനെ ഒരു ദൗത്യം വേണ്ടി വന്നത്. വിവരങ്ങൾ. ലക്ഷ്മി പത്മ, ഇപ്പോൾ കുട്ടിയുമായി വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്ദേ ഭാരത് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കുട്ടിയെ, 13 വയസ്സുള്ള കുട്ടിയെ ഈ സ്റ്റേഷന് പുറത്തേക്ക് എത്തിക്കും. ഇവിടെ ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഒപ്പം പൈലറ്റിനു വേണ്ടി പോലീസ് തയ്യാറായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എയർ ആംബുലൻസ് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആവശ്യത്തിനായി ട്രെയിനിൻ്റെ സഹായം തേടുന്നത്. വന്ദേ ഭാരത് പോലെ അതിവേഗത്തിൽ കുതിച്ചെത്താൻ കഴിയുന്ന, എന്നാൽ കൃത്യമായ സൗകര്യങ്ങളുള്ള ഒരു ട്രെയിൻ തന്നെ അതിനായി തിരഞ്ഞെടുത്തതും ആ സാഹചര്യത്തിലാണ്. 7 മണിയോടുകൂടി തന്നെ ആശുപത്രിയിൽ എത്തണമെന്നായിരുന്നു ഇവരോട് നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് ആ സമയത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. കുട്ടിയെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കുട്ടിയെ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയായി. പോലീസ് അടക്കമുള്ള എല്ലാവരുടെയും സഹായവും കാര്യങ്ങളും എല്ലാം ഇവിടെ ലഭ്യമായിട്ടുണ്ട്. കുട്ടിയെ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയും. റോഡ് മാർഗം ആംബുലൻസിൽ കുട്ടിയെ കൃത്യമായി എത്തിക്കാൻ കഴിയുകയും ചെയ്യും. റോഡ് ബ്ലോക്ക് ആകാതിരിക്കാനുള്ളതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഗതാഗതം കൃത്യമായ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും കുട്ടിയുടെ പ്രാരംഭമായ പരിശോധനകളെല്ലാം നേരത്തെ പൂർത്തിയായതും മാച്ചിങ് ഏതാണ്ട് പരിശോധനകൾ പൂർത്തിയായതുമാണ്. പക്ഷേ തുടർ പരിശോധനകൾ, അതുപോലെ തന്നെ കുറച്ചുകൂടി കൃത്യമായ പരിശോധനകൾ കൂടി ആവശ്യമുണ്ട്. ആ പരിശോധനകൾ ഈ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാവും നടക്കുക. കൃത്യമായി ഈ ഹൃദയം മാച്ച് ചെയ്യുമോ എന്ന കാര്യം ഉറപ്പിക്കണമെങ്കിൽ ഇന്ന് രാത്രി 10 മണിയാകും എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ 10 മണിയോടുകൂടി ആണെങ്കിൽ 10 മണിക്ക് ശേഷം LF-ൽ നിന്ന് ഹൃദയം റോഡ് മാർഗം പുറത്തേക്ക് ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ ഉള്ള ക്രമീകരണം. ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ആംബുലൻസിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മളുടെ യൂണിറ്റും പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി റോഡിലെ ദൃശ്യങ്ങളടക്കം റോഡിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം പോലീസ് അടക്കമുള്ള എല്ലാവരും ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ വന്ദേ ഭാരതിൽ വന്നിറങ്ങിയ ആളുകൾ എല്ലാവരും തന്നെ വഴി മാറി നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു ക്രമീകരണം അവിടെ നടത്തുകയും ചെയ്തു. എല്ലാം ഇവിടം വരെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിരുന്നു. ഇനിയും വേണ്ടത് കൃത്യമായ ഒരു പരിശോധനാ കാര്യങ്ങളിലേക്ക് ഒക്കെ നീങ്ങേണ്ടതുണ്ട്. എല്ലാ പരിശോധനകളും പോസിറ്റീവായാൽ കുട്ടിക്ക് അനുയോജ്യമാണ് ഹൃദയം എന്ന് ഉറപ്പുവരുത്തിയാൽ അങ്കമാലി LF-ലുള്ള ആ ഹൃദയം ലിസിയിലേക്ക് കൊണ്ടുപോകും. ആ ഹൃദയം ഈ കുട്ടിയുടെ ജീവിതത്തിന് മറ്റൊരു വഴിയായി മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു ക്രമീകരണത്തിലേക്കും കാര്യങ്ങളിലേക്കുമാണ് ഇപ്പോൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കുട്ടിയെ വളരെ സുരക്ഷിതമായി കൃത്യതയോടുകൂടി തന്നെ എയർ ആംബുലൻസിന് തുല്യം എന്ന് പറയാനൊക്കെ ഇല്ലെങ്കിലും എയർ ആംബുലൻസിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ട്രെയിനിൽ വന്ദേ ഭാരതിൽ ആ കുട്ടിയെ ഇവിടെ എറണാകുളത്ത് എത്തിച്ചു. തുടർന്ന് ആംബുലൻസിൽ പോലീസിന്റെ പൈലറ്റോടുകൂടി തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഇനിയും ഇവിടെ നിന്ന് കലൂരിലേക്ക് എത്തണം, കലൂർ ലിസി ആശുപത്രിയിലേക്ക് എത്തണം. അതിനുള്ള എല്ലാ ഗതാഗത ക്രമീകരണങ്ങളെല്ലാം പോലീസ് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തത്. ലിസി ആശുപത്രിയിൽ എല്ലാ കാര്യങ്ങളും അവർ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ സർജറിയിലേക്ക് നീങ്ങും. അതീവ സങ്കീർണമായ സർജറിയിലേക്ക് ഇന്ന് രാത്രി തന്നെ നീങ്ങുകയും ചെയ്യും.